സോ ഹായ് ഓൾ നമ്മളൊരു പുതിയ ചാപ്റ്റർ എടുക്കുകയാണ്. സോ ദ ചാപ്റ്റർ ഈസ് ആറ്റം ആൻഡ് ന്യൂക്ലിയർ എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. ശരിക്കും ഇത് രണ്ട് ചാപ്റ്ററാണ്. ആറ്റം വേറെ ന്യൂക്ലിയർ വേറെ, രണ്ടും രണ്ടാണ്. സോ നമ്മൾ ആദ്യം ആറ്റം എടുക്കുന്നു, പിന്നെ ന്യൂക്ലിയർ എടുക്കുന്നു. ഭയങ്കര കണ്ടിന്യൂസ് ആയ ചാപ്റ്റർ ആണ്. നമ്മൾ നേരത്തെ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ പഠിച്ചില്ലേ, അതിന്റെ നേരെ കണ്ടിന്യൂഷൻ ആണ് ആറ്റം. ആറ്റത്തിന്റെ നേരെ കണ്ടിന്യൂഷൻ ആണ് ന്യൂക്ലിയർ. പിന്നെ ഈ ആറ്റം എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ പുതുതായിട്ടൊന്നും പഠിക്കുന്നില്ല. നിങ്ങൾ കഴിഞ്ഞ വർഷം അറ്റോമിക് സ്ട്രക്ചർ എന്നുള്ള ചാപ്റ്റർ കെമിസ്ട്രി പഠിച്ചതല്ലേ. അതിൽ നിങ്ങൾ റുദർഫോർഡിന്റെ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് പഠിച്ചിട്ടുണ്ട്, പിന്നെ ബോർഡ് മോഡൽ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം അതേപോലെ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. കണ്ടോ, ഈ ചാപ്റ്ററിന്റെ തുടക്കം തന്നെ ആദ്യത്തെ ടോപ്പിക് തന്നെ റുദർഫോർഡിന്റെ എന്താണ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ആണ്. ആ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ഒക്കെ തന്നെയാണ്. സോ വളരെ ചെറിയ ചാപ്റ്റർ ആണ്, 1 മണിക്കൂർ കൊണ്ട് ഫുൾ ആക്കാൻ പറ്റുന്ന ഒരു ചെറിയ ചാപ്റ്റർ ആണ്. സോ നമുക്ക് തുടങ്ങാം. പിന്നെ ഫിസിക്സ് ആയതുകൊണ്ട് കുറച്ച് ഫിസിക്കൽ ടേമുകളും ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. സോ ആറ്റം ആൻഡ് ന്യൂക്ലിയർ ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ റുദർഫോർഡ്സ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. അതായത് ആറ്റത്തിന്റെ ഷേപ്പ് എന്താണെന്ന് പലർക്കും അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, അതൊന്നും പലർക്കും അറിയില്ലായിരുന്നു. സോ അതിനൊക്കെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ റുദർഫോർഡ്സ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. സോ അതിലേക്ക് പറയുന്ന മുമ്പായിട്ട് അതിന്റെ പിക്ചർ ഒന്ന് ജസ്റ്റ് നിങ്ങൾ വരച്ചു നോക്കണം. സോ ഇതാണ് നമ്മളെ പിക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ പിക്ചർ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്റെ കൂടെ തന്നെ വരച്ചോളൂ. സോ ദിസ് ഈസ് എ പിക്ചർ. ഓക്കെ, ഇവിടെ ഒരു സംഭവം ഉണ്ട്, അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇവിടെ നേരെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോട്ടെ, ഒരു സ്ട്രെയിറ്റ് ലൈനും കൂടെ വരച്ചോണ്ട്. ഓക്കെ, സോ ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ ഉണ്ട്. ഓക്കെ, അതൊക്കെ എന്താന്ന് പറഞ്ഞുതരാം. ശരിക്കും ഇലക്ട്രോൺ പോണ പാത്താണ്, ട്രാജക്ടറി ആണ്. ഓക്കെ, സോ അപ്പൊ പിന്നെ അതേപോലെ ഇവിടെയൊക്കെ രണ്ട് സ്ലിറ്റുകൾ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു സ്ലിറ്റ്, അതേപോലെ ഇവിടെ ഒരു സ്ലിറ്റുകളാട്ടോ. സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ചെറിയ ചെറിയ കഷ്ണങ്ങൾ, ഇരുമ്പിന്റെ കഷ്ണങ്ങൾ. ഓക്കെ, പിന്നെ ഇവിടെയും ഓരോരോ സ്ലിറ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു സ്ലിറ്റ് ഉണ്ട്. അതേപോലെ സ്ലിറ്റുകളൊക്കെ ഈക്വൽ വലുപ്പത്തിൽ വരയ്ക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, അല്ലെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, നമ്മളൊരു ഇതിനു വേണ്ടി, ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി. ഓക്കെ, പിന്നെ ഇവിടെ ഒരു സർക്കിളും കൂടെ നിങ്ങൾ വരയ്ക്കുക. ഇവിടെ ഒരു സർക്കിളും കൂടെ വരയ്ക്കുക. സോ സർക്കിൾ എന്താണെന്നൊക്കെ പറഞ്ഞുതരാം, അതിനെ പറ്റിയൊന്നും നിങ്ങൾ ഇതാക്കണ്ട. പിന്നെ താഴോട്ട് ഒരു കോളിമാറ്ററും കൂടെ വരക്കണം. ഓക്കെ, പിന്നെ നമ്മൾ കോളിമാറ്റർ എന്നാ പറയാ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഡിറ്റക്ടർ ഒന്ന് പഠിച്ചാൽ മതി. അത് എന്താന്നൊക്കെ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറഞ്ഞുതരാം. സോ ഇവിടുന്ന് നേരെ ഇലക്ട്രോൺ ഇങ്ങോട്ട് പോകുന്നുണ്ട്. സോ ദാറ്റ് ആംഗിൾ ഇസ് തീറ്റ. സോ ഇതൊരു ലെഡ് ക്യാവിറ്റി ആണ്. ഇതിന്റെ പേര് നമ്മൾ എഴുതണം. ഇതൊരു ലെഡ് ക്യാവിറ്റി ആണ്. ഓക്കെ, ലെഡ് ക്യാവിറ്റി ആണ്. പിന്നെ ഇവിടെ ഒരു റേഡിയോ ആക്റ്റീവ് സോഴ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു സോഴ്സ് ഉണ്ട്. സോ ഇവിടെ എന്തുണ്ട്, ഒരു സോഴ്സ് ഉണ്ട്. ഇതൊരു റേഡിയോ ആക്റ്റീവ് സോഴ്സ് ആണ്. ഇതിന്റെ പേരെന്താണ്, ഒരു റേഡിയോ ആക്റ്റീവ് സോഴ്സ്. ഓക്കെ, സോ റേഡിയോ ആക്റ്റീവ് എന്താണ്, സോഴ്സ് ആണ്. ഓക്കെ, ഏതെങ്കിലും ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ്. പിന്നെ ഈ 4 ഉണ്ടല്ലോ, ഇതിനെ നമ്മളൊരു ലെഡ് സ്ലിറ്റ് എന്നാ പറയാം. ഇതെന്താണ് സാധനം, ലെഡ് സ്ലിറ്റ്. ഓക്കെ, ലെഡ് കൊണ്ട് ഉണ്ടാക്കിയ സ്ലിറ്റുകളാണിത്. ഓക്കെ, ഇതാണ് നമ്മളെ ഗോൾഡ് ഫോയിൽ. ഓക്കെ, ഇതാണ് നമ്മളെ ഗോൾഡ് ഫോയിൽ. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത് നോക്കാം. സോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ദിസ് എക്സ്പെരിമെന്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റഡി അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് ആറ്റം. ആറ്റത്തിന്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കാനാണ് ഈ എക്സ്പെരിമെന്റ് യൂസ് ചെയ്യുന്നത്. ദ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് കൺസിസ്റ്റ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് സോഴ്സ് ടേക്കൺ ഇൻ എ ലെഡ് ക്യാവിറ്റി. ഓക്കെ, സോ ഒരു ലെഡ് ക്യാവിറ്റി, ഇതാണ് നമ്മുടെ ലെഡ് ക്യാവിറ്റി. അതിന്റെ ഉള്ളിൽ റേഡിയോ ആക്റ്റീവ് സോഴ്സ് ഉണ്ട്. റേഡിയോ ആക്റ്റീവ് സോഴ്സ് എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് ആയ ഏതെങ്കിലും എന്താ പറയുക എലമെന്റ്, സപ്പോസ് യുറേനിയം, പ്ലൂട്ടോണിയം, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. ഓക്കെ, പിന്നെ അടുത്തത്, ദ ആൽഫ പാർട്ടിക്കിൾസ് എമിറ്റഡ് ബൈ റേഡിയോ ആക്റ്റീവ് സോഴ്സസ് ആർ പാസ്ഡ് ത്രൂ 2 ലെഡ് സ്ലിറ്റ്. ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. അത് 3 ടൈപ്പ് ഓഫ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുക, ആൽഫ റേ, ബീറ്റ റേ, ഗാമ റേ. ഇത് എന്താണെന്നുള്ളത് അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. സോ ഇത് ഇവിടുന്ന് ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യും. എന്താ എമിറ്റ് ചെയ്യുക, ആൽഫ. ആൽഫ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതുക നിങ്ങൾക്ക് അറിയുണ്ടാവില്ല. ഇങ്ങനെയാണ് ആൽഫ എന്ന് എഴുതുക. ഓക്കെ, ഇതിൽ നേരെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അതിന് ഇൻഫിനിറ്റി എന്ന് വിളിക്കുക. ചിലർ ഇങ്ങനെയും ഇൻഫിനിറ്റി എഴുതാറുണ്ട്, അത് വിഷയമല്ല. സോ ഇത് നേരെ ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും. സോ ആൽഫ പാർട്ടിക്കിൾ നേരെ തട്ടി ഇവിടെ ഒരു ഗോൾഡ് ഫോയിൽ ഉണ്ട്. ഈ ഗോൾഡ് ഫോയിൽമ തട്ടും, എന്നിട്ട് അതിന്മേൽ സ്കാറ്റർ ചെയ്യാണ് ചെയ്യാം. ചിലതൊക്കെ എന്ത് ചെയ്യും, ബാക്കിലോട്ട് തിരിച്ചു വരും. ചിലതൊക്കെ അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകും. ചിലത് ഇങ്ങനെ തിരിച്ച് തട്ടി വരും. ചിലത് ഇങ്ങനെ തീറ്റ ആംഗിൾ ഉണ്ടാക്കി താഴോട്ട് പോകും. അപ്പൊ അതിന് ഒബ്സർവേഷൻ ഒക്കെ പിന്നെ പഠിക്കാം. ഓക്കെ, അടുത്തത്, എ ഫൈൻ ബീം ഓഫ് ആൽഫ പാർട്ടിക്കിൾ എന്ന് എഴുതിയത് ആൽഫ പാർട്ടിക്കിൾ ആട്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. എ ഫൈൻ ബീം ഓഫ് ആൽഫ പാർട്ടിക്കിൾ ദസ് ഒബ്റ്റൈൻഡ് ആർ അലൗഡ് ടു മൂവ് ടുവേർഡ്സ് എ ഗോൾഡ് ഫോയിൽ ഓഫ് തിക്നെസ് 2.1 into 10⁻⁻⁷. അതായത് ഇപ്പോ ഈ ആൽഫ പാർട്ടികളൊക്കെ ഗോൾഡ് ഫോയിലേക്ക് മൂവ് ചെയ്തു. ഓക്കെ, നേരെ ഇത് ഗോൾഡ് ഫോയിലേക്ക് പോയിട്ട് ബോംബാർഡ് ചെയ്യുക, സ്കാറ്റർ ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് തട്ടി സ്കാറ്റർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെയാണ് ചെയ്യുന്നത്. അതിന്റെ തിക്നെസ് എത്ര, 2.1 into 10⁻⁷. വെറുതെ എഴുതിക്കാണ്. ദർ ഈസ് എ റൊട്ടേറ്റബിൾ ഡിറ്റക്ടർ വിത്ത് സിങ്ക് സൾഫൈഡ് സ്ക്രീൻ ദാറ്റ് ക്യാൻ റൊട്ടേറ്റ് അറൌണ്ട് ദ ഗോൾഡ് ഫോയിൽ. അപ്പൊ ഇത് താഴെ ഞാനൊരു ഡിറ്റക്ടർ വെച്ചിട്ടുണ്ട്. ഈ സാധനം ഇതിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം
അതിന്മേൽ ഒരു സ്ക്രീൻ ഉണ്ടാവും, സിങ്ക് കൊണ്ട് ഉണ്ടാക്കിയ സ്ക്രീന്. സോ അതിമൊക്കെ ഇലക്ട്രോൺസ് ഇങ്ങനെ സ്കാറ്റർ ചെയ്തതൊക്കെ അത് പിടിക്കും. സോ ആ സിങ്കുമ്പോൾ തട്ടുമ്പോൾ ഒരു പുതിയ കളറൊക്കെ ഉണ്ടാവും. ആ കളറൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എക്സ്പെരിമെന്റിന്റെ കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മളെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ. നമുക്ക് ഇതിന്റെ ഒബ്സർവേഷൻ നോക്കാം. ഒക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം കെമിസ്ട്രി പഠിച്ചതാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. സോ എന്താ പറയാ, ഒബ്സർവേഷൻ നോക്കാം. വാട്ട് ആർ ദ ഒബ്സർവേഷൻസ് ഓഫ് ദിസ് എക്സ്പെരിമെന്റ്? സോ ഇതിന്റെ ഈ എക്സ്പെരിമെന്റിന്റെ ഒബ്സർവേഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ, എ ലാർജ് നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ പെനട്രേറ്റഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ. അപ്പൊ ഈ ഗോൾഡ് ഫോയിലിന്റെ ഉള്ളിലൂടെ ലാർജ് നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്തു, അതായത് ഏകദേശം 90% ആൽഫ പാർട്ടിക്കിളും ഈ ഗോൾഡ് ഫോയിലിന്റെ ഉള്ളിലൂടെ തുളച്ചു കയറി. അതാണ് പെനട്രേറ്റ് എന്ന് പറയുന്നത്. ലാർജ് നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് പെനട്രേറ്റഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ. അടുത്തത്, സം ആൽഫ പാർട്ടിക്കിൾ ഡീവിയേറ്റ് ഫ്രം ദ ഒറിജിനൽ പാത്ത്. ചില ആളുകൾ എന്ത് ചെയ്തു, ഇതിമേ തട്ടിയിട്ട് എന്ത് ചെയ്തു, ഡീവിയേറ്റ് ചെയ്തു. ഒരു ആംഗിളൊക്കെ തീറ്റയൊക്കെ ഉണ്ടാക്കിയിട്ട് ചില ആംഗിളുകൾ എന്ത് ചെയ്തു, ചില ആൽഫ പാർട്ടിക്കിൾ നേരെ മുകളിൽ കാണുന്ന പോലെ ഡീവിയേറ്റ് ചെയ്തു. ഇതേപോലെ ഡീവിയേറ്റ് ചെയ്തു. ഓക്കെ, സോ അവിടെ വേറെ ഉണ്ട്. വെൻ സ്കാറ്ററിംഗ് ആംഗിൾ ഇൻക്രീസസ്, ഓക്കെ, ദ നമ്പർ ഓഫ് സ്കാറ്ററിംഗ് ആൽഫ പാർട്ടിക്കിൾ ഡിക്രീസസ്. അതായത് ഈ പറഞ്ഞതിന് അർത്ഥം എന്താ വെച്ചാൽ, ഈ സ്കാറ്ററിംഗ് ആംഗിൾ ഇവിടെയുള്ള തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ നമ്മൾ കൂട്ടുമ്പോൾ, ഓക്കെ, തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ അവിടെ നമ്മൾ കൂട്ടുമ്പോൾ ഇവിടുന്ന് എമിറ്റ് ചെയ്ത നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, ഇവിടുന്ന് എമിറ്റ് ചെയ്ത നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ അതിന്റെ എണ്ണം കുറയും. ഓക്കെ, സ്കാറ്ററിംഗ് ആംഗിൾ കൂട്ടുമ്പോൾ ഇങ്ങനെ സ്കാറ്റർ ചെയ്യുന്ന ആൾക്കാരെ എണ്ണം കുറയും. സോ അത് വെച്ചിട്ട് നമുക്ക് ഗ്രാഫ് വരക്കാം. സോ അത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒരു ഗ്രാഫ് വരക്കാം. ഓക്കെ, ആ മൂന്നാമത്തെ പോയിന്റിന്റെ ഗ്രാഫ് ആട്ടോ നമ്മൾ വരക്കുന്നത്. സോ ഇത് വെച്ചിട്ട് ഒരു ഗ്രാഫ് വരച്ചാൽ ദ ഷേപ്പ് ഓഫ് ദി ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഗ്രാഫിന്റെ ഷേപ്പ് എങ്ങനെ വരും, ഇതേപോലെ വരും. ഓക്കെ, സോ ഗ്രാഫിന്റെ ഷേപ്പ് ഇതേപോലെ വരും. ഇറ്റ്സ് ലൈക്ക് എ പാരബോള. ഓക്കെ, ഒരു പാരബോള പോലെ ഇങ്ങനെ ഷേപ്പ് വരും. ഓക്കെ, പിന്നെ ആക്സിസ് മാർക്ക് ചെയ്യാൻ മറന്നു. ഇവിടെ ഈ ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എന്താ പറയാ സ്കാറ്റേർഡ് ആൽഫ പാർട്ടിക്കിൾ, നമ്പർ ഓഫ് എന്താ പറയാ സ്കാറ്റേർഡ് ആൽഫ പാർട്ടിക്കിൾ. ഓക്കെ, വൈ ആക്സിസ് നമ്പർ ഓഫ് സ്കാറ്റേർഡ് ആൽഫ പാർട്ടിക്കിൾ ആണ്. എക്സ് ആക്സിസിൽ സ്കാറ്ററിംഗ് ആംഗിൾ, എക്സ് ആക്സിസിൽ സ്കാറ്ററിംഗ് ആംഗിൾ. ഓക്കെ, സോ അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത് ഒരു ആംഗിൾ സ്കാറ്ററിംഗ് ആംഗിൾ തീറ്റ കൂട്ടുന്ന സമയത്ത് സ്കാറ്റർ ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിളിന്റെ എണ്ണം കുറയും. ഇനി അടുത്തത്, എ വെരി ഫ്യൂ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ റീബൗണ്ട്സ് ഫ്രം ദെയർ ഒറിജിനൽ പാത്ത്. അതായത് ഇവര് നമ്മൾ തീറ്റ 180 ഡിഗ്രി ആണ്. അതായത് ചില ആളുകൾ ഇവിടുന്ന് വിട്ട ചില ആൽഫ പാർട്ടിക്കിൾ മാത്രം ഇതിമ തട്ടി ഇങ്ങനെ അങ്ങോട്ട് തന്നെ വന്നു, സ്ട്രേറ്റ് ലൈൻ ആയിട്ട് തന്നെ വന്നു എന്നാണ് പറയുന്നത്. സോ ദീസ് ആർ ദ ഒബ്സർവേഷൻ വിച്ച് വി ഹാവ് ഡിറൈവ്ഡ് ഫ്രം റുദർഫോർഡ്സ് ആൽഫ പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ്. ഓക്കെ, സോ ഇതാണ് അതിലെ ഒബ്സർവേഷൻസ്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിന് നമ്മൾ റുദർഫോർഡിന് കിട്ടിയ കൺക്ലൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കണം. Okay, so what are the conclusion which he has obtained from the experiment? Okay, അപ്പോൾ നമുക്ക് ഇവിടുത്തെ കൺക്ലൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സാധനം, മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഓഫ് ആൻ ആറ്റം ഈസ് എംപ്റ്റി. അങ്ങനെ എംപ്റ്റി ആയതുകൊണ്ടാണ് കുറെ പേര് അതിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോയത്. ഓക്കെ, ദ ഡീവിയേഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഈസ് ഡ്യൂ ടു ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ബിറ്റ്വീൻ ആൽഫ പാർട്ടിക്കിൾ ആൻഡ് പോസിറ്റീവ് ചാർജ് ഇൻ ദ ആറ്റം. ചില ആൽഫ പാർട്ടിക്കിളൊക്കെ ഇതിമ തട്ടിയാണ്ട് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്തു, ഒരു സ്കാറ്ററിംഗ് ആംഗിൾ തീറ്റ. അപ്പൊ അങ്ങനെ ആവാൻ കാരണം ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അതിന് പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ, അതേപോലെ ഇതിന്റെ ഉള്ളില് ന്യൂക്ലിയസ് ഉണ്ട്, അതൊന്നും അവർക്ക് അറിയില്ലായിരുന്നു. സോ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ പ്രോട്ടോൺ ഉണ്ട്, അതും പോസിറ്റീവ് ചാർജ് ആണ്. സോ ഇവര് രണ്ടുപേരും തമ്മിലുള്ള റിപ്പൾഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷൻ, പോസിറ്റീവും റിപ്പൽ ചെയ്യുമല്ലോ. സോ ആ റിപ്പൾഷൻ കാരണമാണ് ഇവർ രണ്ടുപേരും എന്ത് ചെയ്തത്, ഇതിന്റെ ഉള്ളിലേക്ക് കയറി പോകാണ്ട് ഇങ്ങോട്ട് വളരെ കുറച്ച് പേര് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, അങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് ഇതേപോലെ പോയിട്ടുള്ളൂ. അപ്പൊ തന്നെ മനസ്സിലാക്കണം ഇവിടെ ഉള്ള ഈ ന്യൂക്ലിയസിന്റെ എണ്ണം അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിലത്തെ പോസിറ്റീവ് ചാർജ് വളരെ കുറവാണ്. ഓക്കെ, ഇനി അടുത്തത്, അങ്ങനെയാണെങ്കിൽ വേറെ ഇതും കൂടെ കിട്ടി. ഓൾ പോസിറ്റീവ് ചാർജ് ഇൻ ആറ്റം ആർ കോൺസെൻട്രേറ്റഡ് അറ്റ് ദി സെന്റർ കോൾഡ് ന്യൂക്ലിയസ്. എല്ലാ പോസിറ്റീവ് ചാർജുകളും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് സെന്ററിലാണ്. ആ സെന്ററിന്റെ പേരാണ് ന്യൂക്ലിയസ്. നമുക്കറിയാം ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം. സോ ഒരു ആറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഇതാണ് ഒരു ആറ്റം എന്നുണ്ടെങ്കിൽ സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ടാവും, അതിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ഓക്കെ, ഇതൊന്നും അന്നത്തെ ആൾക്കാർക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അടുത്തത്, നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജസ് ആൻഡ് ദ നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജസ് ഇൻ ആൻ ആറ്റം ആർ ഈക്വൽ. സോ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. അതായത് ഒരു ആറ്റത്തിൽ എത്ര നമ്പർ ഓഫ് എന്താ പറയുക ഇലക്ട്രോൺസ് ഉണ്ടാവും, അത്രക്കും നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ടാവും. സോ അത് രണ്ടും എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്തിട്ട് പോകും. അതുകൊണ്ട് തന്നെ ആറ്റത്തിന്റെ ചാർജ് എന്താണ്, ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ആറ്റം എന്താണ്, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. സോ ദാറ്റ്സ് ഓൾ. സോ ഇതാണ് നമ്മളെ ഇത്രയും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ത്, റുദർഫോർഡ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിന്റെ കൺക്ലൂഷൻസും കാര്യങ്ങളുമാണ് പറയുന്നത്. ഇനി ഫിസിക്സ് ആയതുകൊണ്ട് കുറച്ച് മാത്തമാറ്റിക്കൽ പരിപാടികൾക്ക് നമ്മൾ കടക്കുകയാണ്. ഇത് നിങ്ങൾ ഇനി പഠിക്കാത്തതാണ്, ഇത് നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ നിങ്ങൾ കെമിസ്ട്രി. പക്ഷെ ഫിസിക്സിൽ കുറച്ചും കൂടെ വരുന്നുണ്ട്. ദെൻ
we are going to study about impact parameter B. Okay, impact parameter B എന്ന് പറയുന്നത് എന്താ നോക്കാം. It is the perpendicular distance between the velocity vector of alpha particle and the straight line passing through the center of gold nucleus. Okay, അപ്പൊ നമ്മളെ സെന്റർ ഇതാണ് നമ്മളെ ഗോൾഡ് ന്യൂക്ലിയസ്. അവിടെ മുകളിൽ വരച്ച ഗോൾഡ് ന്യൂക്ലിയസിന്റെ സെന്ററിലൂടെ ഒരു ലൈന് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ കൂടെ ഒരു ലൈന് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടെ ഒരു ലൈന് പാസ് ചെയ്യുന്നത് ഒരു എക്സാക്ട് സെന്ററിൽ കൂടെ, ഇത് നമ്മൾ ഗോൾഡ് ഫോയിലാണ്. സോ അതിന്റെ ഉള്ളിൽ കൂടെ ഒരു ലൈന് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് എന്ന് പറയുന്നത് അതും ഇതേപോലെ തന്നെ ആയിരിക്കും. ഏകദേശം ഇങ്ങനെ വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് നമ്മൾ ഗോൾഡ് ന്യൂക്ലിയസ് ആണ്. അവിടുന്ന് ഇതിങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് പോകും. ഓക്കെ, അതിങ്ങനെ ഡീവിയേറ്റ് ചെയ്തിട്ട് പോകും. ഓക്കെ, അപ്പൊ അതെന്താന്ന് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ആദ്യം ഇതേപോലത്തെ ഒരു ഡയഗ്രാം വരയ്ക്കാൻ, നേരെ ഇങ്ങനെ പോകും. ഓക്കെ, അടുത്തതും നേരെ ഇങ്ങനെ പോകും. ഓക്കെ, അതൊക്കെ അങ്ങനെ പൊക്കോട്ടെ, അത് നമ്മളെ വിഷയമല്ല. അങ്ങനെ പൊക്കോട്ടെ, അത് നമ്മളെ വിഷയമേ എന്താ പറയാ അല്ല. ഓക്കെ, സോ അത് നേരെ എന്ത് ചെയ്യും, ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ പോകും. സോ അങ്ങനെ പൊക്കോട്ടെ, അതൊന്നും വിഷയമല്ല. അപ്പൊ അതിന്റെയൊക്കെ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കിയാൽ അത് ഇതിലൂടെ ഇങ്ങനെ കടന്നു പോകും. അത് ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്തിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, സോ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ തന്നെയാണ് തീറ്റ. ഇവിടെ ഒക്കെ ഒരു ആംഗിൾ തീറ്റ ഉണ്ടാവുന്നുണ്ട്. സോ ഇതിനായി ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് പോകും. ഓക്കെ, സോ ഇതാണ് നമ്മൾ ആൽഫ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ആൽഫ പാർട്ടിക്കിൾ പോകുന്നത്. ആൽഫ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി വി ആണ്. സോ ഈ പാത്ത് കൂടെ തന്നെ ആയിരിക്കും വെലോസിറ്റി വെക്ടർ ബി ഉണ്ടാവുക. സോ ഇത് നമ്മൾ പറഞ്ഞാല് ഗോൾഡ് ഫോയിലിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന എന്താ പറയാ സെന്റർ കൂടെ പോകുന്ന ലൈനും ഇത് ഇവിടുത്തെ വെലോസിറ്റിയും. സോ ഇവർ തമ്മിൽ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടാവും. അതിനെയാണ് എന്ത് പറയാ, ഇമ്പാക്ട് പാരാമീറ്റർ ബി എന്ന് പറയാം. അതായത് ഈ മുകളിലത്തെ ലൈൻ എന്ന് പറഞ്ഞാൽ ആൽഫ പാർട്ടിക്കിളിന്റെ വെലോസിറ്റിന്റെ ഡയറക്ഷൻ, അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പാത്ത്. അതേപോലെ ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ഗോൾഡ് ഫോയില് അല്ലെങ്കിൽ ഗോൾഡ് ന്യൂക്ലിയസിന്റെ സെന്ററിൽ കൂടെ പോകുന്ന ലൈൻ. സോ ഇവർ തമ്മിൽ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടാവും. സോ അതിനെ പറയുന്ന പേരാണ് ഇമ്പാക്ട് പാരാമീറ്റർ ബി എന്നുള്ളത്. അപ്പൊ എന്താ, ഇറ്റ് ഇസ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വെലോസിറ്റി വെക്ടർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ ആൻഡ് ദ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് ഗോൾഡ് ന്യൂക്ലിയസ്. ഓക്കെ, സോ ഇത് കാണാൻ ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. സോ ഇത് കാണാൻ ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. ഇമ്പാക്ട് പാരാമീറ്റർ നമ്മൾ ബി എന്നാ വിളിക്കുക. സോ ബി കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് ഓൾറെഡി കണ്ടുപിടിച്ച ഇക്വേഷൻ ആണ്. ഡെറിവേഷൻ ഒക്കെ വലിയ ക്ലാസ്സുകൾ പഠിക്കും. അപ്പൊ നമുക്ക് അതൊന്നും വേണ്ട. ബി കാണാനുള്ള ഇക്വേഷൻ ഇമ്പാക്ട് പാരാമീറ്റർ. ഓക്കെ, ഇമ്പാക്ട് പാരാമീറ്റർ ബി കാണാനുള്ള ഇക്വേഷൻ ബി ഈസ് ഈക്വൽ ടു സെഡ് ഇ സ്ക്വയർ. ഓക്കെ, സെഡ് ഇ സ്ക്വയർ കോട്ട് തീറ്റ ബൈ 2 z square cot theta by 2 all divided by 4 pi epsilon 0 into half mv square. Okay, so this is the equation to find out the impact parameter. So impact parameter കാണാനുള്ള equation ആണ് z square cot theta by 2. Okay, all divided by 4 pi epsilon 0 into half mv square. Okay, z എന്ന് പറഞ്ഞാൽ ഗോൾഡ് ന്യൂക്ലിയസിന്റെ അറ്റോമിക് നമ്പർ ആണ്. ഓക്കെ, അറ്റോമിക് നമ്പർ ഓഫ് ഗോൾഡ് ന്യൂക്ലിയസ്. ഓക്കെ, അറ്റോമിക് നമ്പർ ഓഫ് ഗോൾഡ് ന്യൂക്ലിയസ് കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവും. ഗോൾഡ് ന്യൂക്ലിയസിന്റെ അറ്റോമിക് നമ്പർ എന്താണ്? ഇ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. ദെൻ തീറ്റ എന്ന് പറഞ്ഞാൽ സ്കാറ്ററിംഗ് ആംഗിൾ ആണ്. ഓക്കെ, തീറ്റ എന്ന് പറഞ്ഞാൽ സ്കാറ്ററിംഗ് ആംഗിൾ ആണ്. ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിന്റെ ചാർജ് നിങ്ങൾക്ക് അറിയാം. എപ്സിലോൺ 0 നിങ്ങൾക്ക് അറിയാം. ദെൻ ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ആണ്. ഓക്കെ, സോ കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ. ഓക്കെ, അപ്പൊ ആൽഫ പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജിയാണ് ഹാഫ് എം വി സ്ക്വയർ. ഓക്കെ അല്ല? സോ ഇമ്പാക്ട് പാരാമീറ്റർ കാണാൻ ഇക്വേഷൻ ബി ഈസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ കോട്ട് തീറ്റ ബൈ 2 by 4 pi epsilon 0 half mv square. So this is a direct question that are frequently asked for your IIT mains and NEET examination. അതിലൊക്കെ ഡയറക്റ്റ് ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതിലൊരു ചെറിയ കേസും കൂടെ ഉണ്ട്. ചെറിയ കേസ് എന്ന് പറഞ്ഞാൽ when an alpha particle എന്താ പറയാ moves towards center of gold nucleus. Okay, center of എന്താ പറയാ gold nucleus. ഒരു ഗോൾഡ് ന്യൂക്ലിയസിന്റെ സെന്ററിലൂടെ ഒരു ആൽഫ പാർട്ടിക്കിൾ പോയാൽ അതിനർത്ഥം ബി ഈസ് ഈക്വൽ ടു 0 എന്നാണ്. എങ്ങനെ ബി ഈസ് ഈക്വൽ ടു 0 ആയി? ഇതാണ് നമ്മൾ ആൽഫ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ. സോ ഇവരെന്ത് ചെയ്തു? നേരെ ഇതിന്റെ ഉള്ളിൽ കൂടി തന്നെ അങ്ങോട്ട് പോയി. അങ്ങനെ ഉള്ളിൽ കൂടി പോയാൽ പിന്നെ അവിടെ ബി എന്ന് പറഞ്ഞാൽ വേറെ ഡിസ്റ്റൻസ് അവിടെ ഇല്ല. സോ ബി 0 ആയി. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനിൽ ബിക്ക് 0 കൊടുത്ത് നമുക്ക് എന്ത് കിട്ടും? സോ ഈ ഇക്വേഷൻ നമ്മൾ ബിക്ക് 0 കൊടുത്തു. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനിൽ 0 കൊടുത്താൽ 0 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? സെഡ് സ്ക്വയർ കോട്ട് എന്താ പറയാ കോട്ട് തീറ്റ ബൈ 2 ഓൾ ഡിവൈഡഡ് ബൈ 4 പൈ എന്താ പറയാ 4 പൈ എപ്സിലോൺ 0 ഹാഫ് എം വി സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ,
ഇതിൽ എല്ലാരെയും നമ്മൾ ഇങ്ങോട്ട് എടുത്തു, ഇതൊക്കെ സീറോ ആവും. ഇതിന് ഇങ്ങോട്ട് എടുക്കും 0 into 4π/0 half mv square 0 ആണ്. പിന്നെ ഈ zg സ്ക്വയറിന് എടുക്കുമ്പോൾ ഒക്കെ സീറോ കിട്ടും. ലാസ്റ്റ് എന്ത് കിട്ടും? cot θ/2 is equal to 0 എന്ന് കിട്ടും. ഓക്കെ, cot θ/2 is equal to 0 എന്ന് കിട്ടും. ഓക്കെ, കോട്ട് എപ്പോഴാ അപ്പൊ θ/2 is equal to കോട്ടിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ കോട്ട് ഇൻവേഴ്സ് 0 എന്നാവും അല്ലെ. കോട്ട് എപ്പോഴാ 0 ആവുക? തീറ്റ π/2 ആവും. സോ θ/2 is equal to എന്ത് കിട്ടും? π/2 എന്ന് കിട്ടും. ഓക്കെ, π/2 എന്ന് കിട്ടും. അല്ലെങ്കിൽ π/2 ആണ് 90 ഡിഗ്രി. ഓക്കെ, സോ 90 ഡിഗ്രി. അപ്പൊ എപ്പോഴാണ് സ്കാറ്ററിംഗ് ആംഗിൾ തീറ്റ 90 into 2 is equal to 180 ഡിഗ്രി. അതായത് സ്കാറ്ററിംഗ് ആംഗിൾ 180 ഡിഗ്രി ആവുമ്പോഴാണ് ഇമ്പാക്ട് പാരാമീറ്റർ ബി ഈസ് ഈക്വൽ ടു 0 ആവുക. അതാണ് പറഞ്ഞതിന് അർത്ഥം. സ്കാറ്ററിംഗ് ആംഗിൾ 180 ഡിഗ്രി ആവുമ്പോഴാണ് ഇമ്പാക്ട് പാരാമീറ്റർ 0 ആവുക. സോ ദിസ് ഈസ് ദ എൻഡ്. ഓക്കെ, ഫോറിന്റെ എക്സ്പെരിമെന്റ് കഴിഞ്ഞിട്ടില്ല, ഇനി ഇത്തിരിയും കൂടെ ഉണ്ട്. ഓക്കെ, ഞാനിത് ഇന്ന് തീർക്കാനാണ് വിചാരിച്ചത്. സോ ഇന്ന് എന്തായാലും തീരൂല. സോ അത് അത്രയേ ഉള്ളൂ. സോ അത് കഴിയും. ഇനി ഫോറിന്റെ എക്സ്പെരിമെന്റില് ഇനി അടുത്തൊരു ടേമും കൂടെ ഉണ്ട്. സോ ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഉള്ളൂ, സിമ്പിൾ ആണ്. ഓക്കെ, രണ്ട് കേസുകൾ നമ്മൾ പഠിച്ചു, അത്രയ്ക്ക് ഉള്ളൂ. ഇനി നമുക്ക് ഡിസ്റ്റൻസ് ഓഫ് എന്താ പറയാ ക്ലോസസ്റ്റ് അപ്രോച്ച് അതെന്താ നോക്കണം. ഓക്കെ, സോറി. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്, ഇതൊക്കെ രീതിയിലുള്ള കേട്ടോ. ഇതും കൂടെ അതിൽ വരുന്ന ഒരു ടേം ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ നേരെ ലിമിറ്റേഷൻ കൂടെ പറഞ്ഞാൽ നമുക്ക് പരിപാടി കഴിയും. ഓക്കെ, സോ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. ഓക്കെ, ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് നമ്മൾ R0 എന്നാ വിളിക്കുക. R0, സ്മോൾ r0. ഇപ്പൊ എന്താ, when an alpha particle moves towards the center of gold nucleus, ഒരു ആൽഫ പാർട്ടിക്കിൾ നമ്മളെ എന്താ പറയാ ഗോൾഡ് ന്യൂക്ലിയസിന്റെ സെന്ററിലോട്ട് ഇങ്ങനെ എന്താ പറയാ മൂവ് ചെയ്യുമ്പോൾ ഇറ്റ്സ് കൈനറ്റിക് എനർജി ഡിക്രീസസ് ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ബിറ്റ്വീൻ ആൽഫ പാർട്ടിക്കിൾ ആൻഡ് ഗോൾഡ് ന്യൂക്ലിയസ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിങ്ങനെ അടുത്തേക്ക് എത്തുമ്പോൾ ഇവിടെയുള്ള പോസിറ്റീവ് ചാർജും ഈ ആൽഫ പാർട്ടിക്കിളിന്റെ പോസിറ്റീവ് ചാർജും ഒരു റിപ്പൾഷൻ ഉണ്ടാക്കുന്നുണ്ട്. സോ ആ റിപ്പൾഷൻ കാരണം ആൽഫ പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി കുറയും. ഓക്കെ, അതാ പറഞ്ഞത്. ദ ഡിക്രീസ് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് is converted into electrostatic potential energy. Law of conservation of energy അറിയാലോ അല്ലെ. എനർജി ഉണ്ടാക്കാനും പറ്റൂല, ഇല്ലാണ്ടാക്കാനും പറ്റൂല. പക്ഷെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. സോ അതേപോലെ കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്ത് കൈനറ്റിക് എനർജിനെ ഇവിടെ എന്ത് ചെയ്യും, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അതാണ് ദ ഡിക്രീസ് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ is converted to electrostatic potential energy. അപ്പോ when alpha particle reaches such a particular point, its kinetic energy becomes 0 and electrostatic potential become maximum. So ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ കൈനറ്റിക് എനർജി 0 ആവും, പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും ആ ഒരു പോയിന്റ്. ഓക്കെ, ഫ്രം ദാറ്റ് പോയിന്റ് ദ ആൽഫ പാർട്ടിക്കിൾ റീബൗണ്ട്സ് ബാക്ക്. സോ ഇതിങ്ങനെ ഇവിടെ എത്തിയപ്പോൾ കൈനറ്റിക് എനർജി കുറഞ്ഞ് 0 ആയി. ഓക്കെ, 0 ആയിട്ട് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആകുമ്പോൾ ഈ സാധനം ഇവിടുന്ന് എന്ത് ചെയ്യും, ഈ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ട് ബാക്കിലോട്ട് എന്ത് ചെയ്യും, റീബൗണ്ട്സ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, റീബൗണ്ട്സ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഫ്രം ദാറ്റ് പോയിന്റ് ദ ആൽഫ പാർട്ടിക്കിൾ റീബൗണ്ട്സ് ബാക്ക്. സോ ഓക്കെ, ഫ്രം ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് പോയിന്റ് ആൻഡ് ദ സെന്റർ ഓഫ് ഗോൾഡ് ന്യൂക്ലിയസ് ഈസ് കോൾഡ് ക്ലോസസ്റ്റ് അപ്രോച്ച്. സോ ഇവിടുന്ന് അത് ബൗൺസ് ബാക്ക് ചെയ്തതും പിന്നെ ഇവിടെ നമ്മളെ ഗോൾഡ് ന്യൂക്ലിയസിനും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതാണ് R0, ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. സോ നമ്മളെ ഗോൾഡ് ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ അടുത്തേക്ക് വരും. സോ ഈ പോയിന്റിലേക്ക് എത്തുമ്പോൾ കൈനറ്റിക് എനർജി 0 ആവും, പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവും. സോ അവിടുന്ന് അത് നേരെ ബാക്കിലോട്ട് തന്നെ മൂവ് ചെയ്യും. അങ്ങനെ ബാക്കിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇതും ഈ ഒരു പോയിന്റും ഈ ഒരു എന്താ പറയാ ഗോൾഡ് ന്യൂക്ലിയസിന്റെ സെന്ററും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസ് ആണ് R0, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് കാണാൻ ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. നിങ്ങൾ ആ ഇക്വേഷൻ ജസ്റ്റ് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് കാണാനുള്ള ഇക്വേഷൻ R0 is equal to 1/4πε0, 1/4πε0 into 2 into z e square all divided by half mv square ആണ്. 2 into z e square all divided by half mv square. Z എന്ന് പറഞ്ഞ അറ്റോമിക് നമ്പർ ആണ്, ഈ ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. ഹാഫ് mv square എന്ന് പറഞ്ഞ കൈനറ്റിക് എനർജിയാണ്. സോ ദിസ് ഈസ് ദാറ്റ്സ് ഓൾ, ഇത്രേ ഉള്ളൂ. സോ നിങ്ങളോട് ചോദിക്കും, ഇക്വേഷൻ എഴുതാനൊക്കെ ചോദിക്കും. സോ ഇമ്പാക്ട് പാരാമീറ്ററോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്, ഇതാണ് 2 മാർക്കിന് എക്സാമിന് ചോദിക്കുക. സോ അങ്ങനെ ചോദിച്ചാൽ ഇത് ഇതേപോലെ എഴുതി വെക്കുക, ഓക്കെ, ഇത് എങ്ങനെ ഇക്വേഷൻ കിട്ടിയെന്ന് വെച്ചാൽ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആവും. കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ ഹാഫ് mv square ആണ്. പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതും കൂടെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിന് R സെപ്പറേറ്റ് ആക്കിയാൽ ഇത് കിട്ടും. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് അല്ല, വേണ്ട. ഓക്കെ, സോ ഇനി നമ്മൾ റുദർഫോർഡിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സോ ഇത്രയ്ക്കുള്ള റുദർഫോർഡിന്റെ ലിമിറ്റേഷൻ നോക്കാം. അപ്പോൾ റുദർഫോർഡിന്റെ ലിമിറ്റേഷൻ നോക്കാം. ഓക്കെ,
അത് കഴിഞ്ഞാൽ ബോർ മോഡലാണ്. പിന്നെ ബോർ മോഡൽ കുറച്ച് കൂടുതൽ മാത്തമാറ്റിക്കൽ അപ്രോച്ച് കുറച്ച് കൂടുതലുള്ള സാധനമാണ്. ബോർ മോഡലും കൂടെ കഴിഞ്ഞാൽ ഈ ഭാഗം തന്നെ തോന്നും. ഓക്കെ, ലിമിറ്റേഷൻസ് ഓഫ് റുദർഫോർഡ് മോഡൽ. റുദർഫോർഡ് മോഡലിന്റെ ലിമിറ്റേഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് തിയറി, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് തിയറിന്റെ ഒരു ഫിനോമിന എന്താ വെച്ചാൽ ആക്സിലറേറ്റഡ് ചാർജ് എമിറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അതായത് ഈ ഒരു ചാർജിന് നമ്മൾ ആക്സിലറേറ്റ് ചെയ്യിപ്പിച്ചാൽ ഇതിങ്ങനെ പോകുന്നിടത്തോളം അത് റേഡിയേഷൻ ഇങ്ങനെ പുറത്തേക്ക് എമിറ്റ് ചെയ്യും. അതാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു റുദർഫോർഡ്, ഓക്കെ, ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം. റുദർഫോർഡിന്റെ മോഡൽ പ്രകാരം നമ്മളെ ഇതാണ് ന്യൂക്ലിയസ് എങ്കിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഓർബിറ്റിലൂടെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനിങ്ങനെ കറങ്ങുന്നുണ്ട്. സോ ഇതൊരു ആക്സിലറേറ്റഡ് ചാർജ് ആണ്. ഓക്കെ, സോ EM തിയറി പ്രകാരം ഇതിങ്ങനെ കറങ്ങുമ്പോൾ എന്താ സംഭവിക്കുക, ഇതിങ്ങനെ ചാർജ് ഇതിങ്ങനെ റേഡിയേഷൻസ് പുറത്തേക്ക് ഇങ്ങനെ എമിറ്റ് ചെയ്യും. ഓക്കെ, റേഡിയേഷൻസ് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്, ഇതിന് എനർജി ലോസ് ചെയ്യുകയാണ്. എനർജി ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കറങ്ങും. ഓക്കെ, ഇതിങ്ങനെ എന്താ പറയാ, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ഓരോ റൗണ്ടിലെത്തുമ്പോൾ എനർജി ഇങ്ങനെ കുറഞ്ഞ് 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 ഓക്കെ, അതിന്റെ ആ എനർജി ഇങ്ങനെ കുറഞ്ഞ് 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 അവസാനം ഇതെന്ത് ചെയ്യും, ഇതേറ്റ് അങ്ങോട്ട് കൂട്ടിയെടുക്കാൻ ചെയ്യാം. ഓക്കെ, കാരണം ആക്സിലറേറ്റഡ് ചാർജ് എപ്പോഴും എനർജി എമിറ്റ് ചെയ്യും, പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്യും. അതായത് എന്ത് ചെയ്യും, എനർജി ഇങ്ങനെ കുറക്കും. എനർജി കുറഞ്ഞാൽ പിന്നെ ഹയർ സ്റ്റേറ്റിൽ നിൽക്കാൻ പറ്റില്ല, സോ താഴേക്ക് വരണം. സോ ഇലക്ട്രോൺ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, വലിയ അവിടുന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എനർജി കുറഞ്ഞ് 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 ലാസ്റ്റ് ന്യൂക്ലിയസിലേക്ക് കൊളൈഡ് ചെയ്യും. അതായത് ആറ്റം തന്നെ ഇല്ലാണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് സംഭവിക്കുക. ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പറയാനുള്ളത്. ഇലക്ട്രോമാഗ്നറ്റിക് തിയറി തെറ്റല്ല, പക്ഷെ തെറ്റപ്പായിരുന്നാണ് റുദർഫോർഡിന്റെ മോഡലിലാണ് എന്തോ തെറ്റുള്ളത്. അപ്പൊ അതാ പറഞ്ഞത്, therefore which will continuously emit EM radiation and follows a spiral path and finally falls into the nucleus of an atom. ശരിക്കും അങ്ങനെ സംഭവിക്കുന്നില്ല. അങ്ങനെ സംഭവിച്ചാൽ ഇവിടെ കാണുന്ന ആറ്റം ഒന്നും ഇവിടെ ഇല്ല, പിന്നെ ആറ്റങ്ങളെ ഇവിടെ ഉണ്ടാവില്ല. ഓക്കെ, സോ ബട്ട് ആക്ച്വലി ഇറ്റ് ഡസ് നോട്ട് ടേക്ക് പ്ലേസ്, അങ്ങനെ നടക്കുന്നില്ല. സോ അതായത് ദാറ്റ് ഈസ് റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം couldn't explain the stability of an atom. അതായത് ഇങ്ങനെ ഇതൊന്ന് ഇതിലേക്ക് ഫോളോ ചെയ്താൽ ആറ്റം സ്റ്റേബിൾ അല്ല, അല്ലെങ്കിൽ ആറ്റം ഡെസ്ട്രോയ് ചെയ്തു എന്നാ പറയാം. സോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് തിയറിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ റുദർഫോർഡ് പറഞ്ഞ ഈ ഒരു കൺസെപ്റ്റിന് എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഒരു ആറ്റത്തിന്റെ സ്റ്റേബിലിറ്റി പറയാൻ ആർക്ക് പറ്റിയിട്ടില്ല, റുദർഫോർഡിന് പറ്റിയിട്ടില്ല. ഓക്കെ, സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് എന്താ പറയാ റുദർഫോർഡിന്റെ മോഡലിന്റെ എൻഡ് ആണ്. ഇപ്പൊ ഇത്രയേ ഉള്ളൂ റുദർഫോർഡിന്റെ മോഡൽ. സോ ഈ ചാപ്റ്ററിന്റെ 30% കഴിഞ്ഞു. ഓക്കെ, എത്ര പെട്ടെന്നാ ഈ ചാപ്റ്ററിന്റെ 30% കഴിഞ്ഞു. ഇനി ബോർ മോഡലാണ്. ബോർ മോഡലിൽ കുറച്ചല്ല അത്യാവശ്യം നല്ല മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ബോർ മോഡലിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ, അതിന്റെ പോസ്റ്റ്ലേറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ഒന്ന് പറയാം. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബോർ മോഡലിനെ പറ്റി കുറച്ച് വിശദമായിട്ട് പഠിക്കാം. ഓക്കെ, ബോർ മോഡലിന്റെ പോസ്റ്റ്ലേറ്റ് ഒന്നും അത്ര വലിയ പ്രശ്നമില്ല, അത് സിമ്പിൾ ആണ്. ഓക്കെ, സോ ബോർ മോഡൽ ഓഫ് ആൻ ആറ്റം. ഓക്കെ, അപ്പോ ബോർ മോഡൽ ഓഫ് ആൻ ആറ്റം. ഓക്കെ, ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം നമുക്ക് അടുത്ത സെക്ഷനിൽ എടുക്കാം. ഇപ്പൊ നമുക്ക് ബോർ മോഡൽ ഓഫ് ആൻ ആറ്റം, ഒരു ആറ്റത്തിന്റെ ബോർ മോഡൽ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു നോക്കാം. സോ ബോർ മോഡൽ ഓഫ് ആൻ ആറ്റം. അപ്പോ ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ്, ഇത് റിവോൾവിംഗ് ആണ് കേട്ടോ, റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ, അപ്പൊ ഇതിന്റെ പോസ്റ്റുലേറ്റ് ആണ്, ബോർ കണ്ടുപിടിച്ച പോസ്റ്റുലേറ്റ് ആണ്. അറൌണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇൻ സർക്കുലർ ഓർബിറ്റ്. അതായത് ഇതാണ് ന്യൂക്ലിയസ്. സോ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഓർബിറ്റുകളിലൂടെ, ഓക്കെ, ന്യൂക്ലിയസിന് ചുറ്റും കുറെ ഓർബിറ്റുകൾ ഉണ്ട്. സോ ഈ ഒരു ഓർബിറ്റ് ഇതാണ് ന്യൂക്ലിയസ് കേട്ടോ. ഓക്കെ, സോറി. ഓക്കെ, സോ ഏതാ ന്യൂക്ലിയസ്? ഓക്കെ, ന്യൂക്ലിയസ് ഈ നടുവത്തെ സാധനമാണ്. ഓക്കെ, അപ്പൊ ന്യൂക്ലിയസ് ആണ് ഇത്. ന്യൂക്ലിയസിന്റെ ചുറ്റുമുള്ള സർക്കുലർ ഓർബിറ്റിലൂടെ ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട്, അതാണ് പറയുന്നത്. ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇൻ സർക്കുലർ ഓർബിറ്റ്. പിന്നെ പറയുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ് റിക്വയർഡ് ഫോർ ദ റെവല്യൂഷൻ ഓഫ് ഇലക്ട്രോൺ ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ. അതായത് ഒരു ബോഡി കറങ്ങണമെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ഓക്കെ, അപ്പൊ ഈ ഇലക്ട്രോൺസ് കറങ്ങാനുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ആരാണ്? ഇലക്ട്രോൺസ് കൊടുക്കാനുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ഇതിന്റെ ഉള്ളിൽ പ്രോട്ടോൺ ഉണ്ട്. സോ ഈ ഇലക്ട്രോണും പ്രോട്ടോണും തമ്മിലുള്ള ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അതായത് രണ്ടും എന്താണ്, ചാർജ് ആണ്. രണ്ടും തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഇതിനുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സും എന്തായിരിക്കും, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് എന്താ പറയാ അട്രാക്ഷനും ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആണെന്ന് നിങ്ങൾ പറയണ്ട, അത് അങ്ങനെ ആയിരിക്കും എപ്പോഴും. ഓക്കെ, ഇനി അടുത്തത് ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങുന്ന പാത്തുകളെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ്. ഇത് നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇലക്ട്രോൺസ് കറങ്ങുന്ന സർക്കുലർ പാത്ത്, ക്ലോസ്ഡ് സർക്കുലർ പാത്ത് എന്നാ പറയാം. അതിന് നമ്മൾ ഓർബിറ്റ് എന്നാ പറയാം, ക്ലോസ്ഡ് സർക്കുലർ പാത്ത്. ഓക്കെ, ക്ലോസ്ഡ് സർക്കുലർ പാത്ത്, അതിലൂടെയാണ് എന്താ പറയാ ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങുക, ഇതിന് ഓർബിറ്റ് എന്നാ പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, ഓൺലി ദോസ് ഓർബിറ്റ്സ് ആർ പെർമിറ്റഡ് in which angular momentum of revolving electron is equal to integral multiple of nh by 2 pi. അതായത്
ഇവിടെ ഈ ഓർബിറ്റ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എടുക്കാൻ പറ്റില്ല. അതിന് കറക്റ്റ് ആയ ഒരു കണ്ടീഷൻ ഉണ്ട്. എങ്ങനെയാണ് ഇത് കറങ്ങുമ്പോൾ ഇതിലുണ്ടാവുന്ന ആംഗുലാർ മൊമെന്റം NH/2π ഈക്വൽ ആണ്. MVR ഈസ് ഈക്വൽ ടു NH/2π എന്നുള്ള ഇക്വേഷൻ ഈക്വൽ ആണ്. ഓക്കെ, N എന്ന് പറഞ്ഞാൽ ഓർബിറ്റിന്റെ നമ്പർ ആണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് വിളിക്കും. നിങ്ങൾ പണ്ട് കെമിസ്ട്രി പഠിച്ച സാധനമാണ്. ഓക്കെ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ പണ്ട് കെമിസ്ട്രി പഠിച്ചത് ഇപ്പൊ ഇങ്ങനെ ഓർക്കുന്നുണ്ടാവും, വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ N എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. ഒന്നുമില്ല, ഏത് ഓർബിറ്റലിലാണോ ഇലക്ട്രോൺ ഉള്ളത്, ഇപ്പോ ഒന്നാമത്തെ ഓർബിറ്റലിലാണ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ N ഈസ് ഈക്വൽ ടു 1, രണ്ടാമത്തെ ആണെങ്കിൽ N ഈസ് ഈക്വൽ ടു 2, അങ്ങനെ പൊക്കോണ്ടിരിക്കും. സോ MVR ഈസ് ഈക്വൽ ടു NH/2π. N എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. ഓക്കെ, ഇനി അടുത്തത് അബ്സോർപ്ഷൻ ഓർ എമിഷൻ ഓഫ് എനർജി ടേക്ക് പ്ലേസ് ഡ്യൂ ടു ദ ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം വൺ ഓർബിറ്റൽ ടു അനദർ ഓർബിറ്റൽ. അതായത് ഒരു ഇലക്ട്രോണ് ഒരു ഓർബിറ്റലിൽ നിന്ന് മറ്റൊരു ഓർബിറ്റലിലേക്ക് ചാടുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഓർബിറ്റൽ വലിയ ഓർബിറ്റലിന് താഴോട്ടൊക്കെ ചാടുമ്പോൾ എന്ത് നടക്കും? എനർജി, അല്ലെങ്കിൽ ഒന്നെങ്കിൽ അബ്സോർപ്ഷൻ ഓഫ് എനർജി ഉണ്ടാവും, അല്ലെങ്കിൽ എമിഷൻ ഓഫ് എനർജി ഉണ്ടാവും. ഓക്കെ, ഇലക്ട്രോണ് എന്താ പറയാ, താഴേന്ന് വലിയ ഓർബിറ്റലിലേക്ക് പോകണമെങ്കിൽ അത് എനർജി അബ്സോർബ് ചെയ്യണം. ഓക്കെ, പറഞ്ഞത് മനസ്സിലായില്ലേ? ഇലക്ട്രോണ് ചെറിയ ഓർബിറ്റലിൽ നിന്ന് വലിയ ഓർബിറ്റലിലേക്ക് പോകണമെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യണം. ഓക്കെ, വലിയ ഓർബിറ്റലിൽ നിന്ന് ചെറിയ ഓർബിറ്റലിലേക്കാണ് ഇലക്ട്രോൺ വരണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യണം? എനർജി റിലീസ് ചെയ്യണം. ഓക്കെ, താഴേന്ന് ചെറുതിക്ക് പോകുമ്പോൾ ഇലക്ട്രോൺ റിലീസ് ചെയ്യണം എനർജി. അതേപോലെ ചെറുതിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോൺസ് എനർജി എന്ത് ചെയ്യണം? അബ്സോർബ് ചെയ്യണം. അതാണ് ആ പറഞ്ഞത്. ഓക്കെ, അതാണ് ആ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇത് വെച്ചൊരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ്, ബട്ട് നമ്മൾ നോക്കണം. ഓക്കെ, എന്താണ്? Consider an electron of energy E2 jump from a higher orbital to lower orbit of energy E1. Then E2 will emit electromagnetic radiation of energy is given by. And that's it. So ഇത് നമ്മുടെ ന്യൂക്ലിയസ് ആണ്. ഓക്കെ, ഇത് നമ്മുടെ ന്യൂക്ലിയസ്, ഇത് ഒന്നാമത്തെ ഓർബിറ്റ് ആണ്. ഓക്കെ, ഇത് നമ്മുടെ രണ്ടാമത്തെ ഓർബിറ്റ്. ഓക്കെ, അപ്പൊ നമ്മളെ ഇലക്ട്രോൺ എവിടെ? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളിത്. അപ്പൊ ഇതാണ് ന്യൂക്ലിയസ്. ഇതാണ് ന്യൂക്ലിയസ്. ഇതാണ് ഒന്നാമത്തെ ഓർബിറ്റ്, ഇതാണ് രണ്ടാമത്തെ ഓർബിറ്റ്. ഓക്കെ, സോ ഒന്നാമത്തെ ഓർബിറ്റിന്റെ എനർജി എന്ന് പറഞ്ഞാൽ E1 ആണ്. രണ്ടാമത്തെ ഓർബിറ്റിന്റെ എനർജി പറഞ്ഞാൽ E2 ആണ്. സോ നമ്മളൊരു ഇലക്ട്രോൺ രണ്ടാമത്തെ ഓർബിറ്റിലാണ് നിൽക്കുന്നത്. സോ ഈ ഇലക്ട്രോണ് മുകളിലത്തെ ഓർബിറ്റിൽ നിന്ന് ഒന്നാമത്തേക്ക് ചാടുമ്പോൾ താഴോട്ട്, ഒന്നാമത്തേക്ക് ഇത് ചാടുകയാണെങ്കിൽ ഇതിന്റെ എനർജി റിലീസ് ചെയ്യണം. സോ റിലീസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് hν ആണ്. എന്താണ് റിലീസ് ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞാൽ hν ആണ്. അതാണ് H will emit electromagnetic radiation of energy is given by. അപ്പോ അങ്ങനെ മാറുമ്പോൾ ഉള്ള ഇക്വേഷൻ കാണാൻ ചോദിക്കും. E2 മൈനസ് E1 ഈസ് ഈക്വൽ ടു എന്താണ്? hν ആണ്. E2 മൈനസ് E1 ഈസ് ഈക്വൽ ടു hν. E2 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ രണ്ടാമത്തെ ഓർബിറ്റലിൽ ഇരിക്കുമ്പോൾ എനർജി, E1 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഒന്നാമത്തെ ഓർബിറ്റലിൽ ഇരിക്കുമ്പോൾ എനർജി. അത് രണ്ടിന്ന് ഒന്നിക്ക് ചാടുമ്പോൾ എമിറ്റ് ചെയ്യുന്ന എനർജിയാണ് hν. ഓക്കെ, ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ റേഡിയേഷൻ. ഓക്കെ, സോ ചോദിക്കും എക്സാമിന്, ഒരാൾ മറ്റേക്ക് ചാടുമ്പോൾ ആ സമയത്ത് എമിറ്റ് ചെയ്ത എന്താ പറയുക റേഡിയേഷന്റെ ഫ്രീക്വൻസി എത്ര, വേവ് ലെങ്ത് എത്രയെന്നൊക്കെ ചോദിക്കും. സോ ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ സെഷൻ. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കുറിച്ച് അടുത്ത ഡിസ്കഷൻ ഒരു അരമണിക്കൂറും കൂടെ കിട്ടിയാൽ തീരും. സോ അതോടുകൂടി ഈ ചാപ്റ്റർ നമ്മൾ തീർക്കും. സോ താങ്ക് യു ഓൾ ഫോർ ദ കോപ്പറേഷൻ.